അമ്പമ്പോ അമ്പടകേമ അച്ഛനും അമ്മയും അല്ലാതെല്ലാം കിട്ടുന്നൊരങ്ങാടി. ആരെന്തൊക്കെ ചെന്നാലും നാടാകെ പേരുള്ളങ്ങാടി. പ്രാണൻ പോലെ വ്യാപാരം കാണുന്നു പാവം അങ്ങാടി. ആർക്കാറ്റ് പള്ളിയിലെ ഔസേപ്പ് കത്തനാർ കെങ്കേമമാക്കിയൊരങ്ങാടി. കുന്നും കുളങ്ങളും ചേരുന്ന നാടിലെ കുന്നംകുളം എന്നായ പേര്. അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി. അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി. അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി. അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി. പരമപുരാതനനാകും വണികൻ വണികനു പേരോ കോരാ കോരാ അവനു കിടാങ്ങളു കുരുവിള പ്രാഞ്ചീന്തേന്തത്ത തകതത്താരിത്ത തകതത്തുതത്തി വേറെ വഴിക്കൊരു കച്ചോടം കൂടണയാനൊരു തറവാട്. തലമുറയുടെ തറവാട് പ്രാഞ്ചേരിക്കട മേലാള് കുരുവിയടക്കിട രാജാവ്. കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം. കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം. വേലകളും തലവേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം. അമ്പട അമ്പമ്പോ വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവരെവിടെ പോയി കിടക്കുക? നല്ല ചൂര് വരുന്നില്ല. എവിടെ പോയി കിടക്കുക വിറ്റകള്? കോഴി വെച്ചതിൻ്റെ നല്ല ചൂരുണ്ടല്ല, അതും നല്ല നാടൻ കോഴിയുടെ ചൂര. മൺകലത്തിലെ നാടൻ ചിക്കൻ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ പെൺകുട്ടികളുണ്ടല്ല, മിടുക്കി കുട്ടികളാ. എൻ്റെ ഉക്കുറുക്കെട്ട് കൊണ്ടുവരുന്ന മുതല് ഇതുയാതി ആയാൽ മതിയായിരുന്നു മാതാവേ. അപ്പം പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഓ വെന്തുണ്ട്. ഓ മറ്റേ ഇവിടേക്ക് പോയിരിക്കുന്നു. വല്ല പട്ടിയോളും വന്ന് തിന്നാല. അത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അയ്യോ ചൂടാണെങ്കിൽ സഹിക്കാനും പറ്റില്ല. തീ ഓഫ് ചെയ്തിട്ടില്ല ഇവര്. ഓ ഈ വലിയ കഷ്ണം എടുത്ത് ചൂടായിട്ട് തിന്നാൻ പറ്റുന്നില്ല. ഓ എൻ്റെ മാതാവേ, ഭയങ്കര ചൂടും. ഓ വെള്ളത്തിൽ മുക്കിയാലോ എന്ന് ആലോചിക്കാം ഞാൻ. ഓ കറിയുടെ കാര്യം മറന്നു. എന്താണ് അകത്തുനിന്നൊരൊച്ച? പട്ടി കേറിട്ടുണ്ടാവോ? ഈശോ, ആ കറി മുഴുവൻ തിന്നിട്ടുണ്ടാവോ? അയ്യോ വാചേച്ചി നോക്കാം. കർത്താവേ,
ഈശോ, ഇതെന്ത് പറ്റി? എന്താ പറ്റിയേ? എന്താണ്? ചിക്കൻ തിന്നിട്ട് എല്ല് കുടുങ്ങിയോ? അയ്യോ, എന്ത് കാര്യത്തിനാണ് ഇപ്പൊ അത് തിന്നാൻ പോയത്? കുറച്ച് വെള്ളം എടുത്ത് തരട്ടെ? ചെല്ല് പോയി എടുക്ക്. കുടിച്ചാ? ഇനിയിപ്പോ എന്താ ഒരു ചെയ്യണ? കാര്യം ചേച്ചി, ആ പെരടിന് ഒരു തട്ട് കെട്ട്. ഇങ്ങോട്ട് തിരിക്ക്. ഞാൻ ചേച്ചിയാ. ഞാനാ? ഹലോ, ബാത്റൂമിലാ? ഞാൻ സൂസന. എന്തേ? ആലിശയാ? നാളെ തരാന്ന്. നാളെ തരാന്ന്. അല്ലല്ല, തരില്ലെന്ന്. ഇങ്ങോട്ട് തന്നിട്ടെ. ഹലോ ഹലോ, അതെ, ചങ്കിലെ എല്ല് പോയിട്ട് വിളിക്കിട്ടാ. പോങ്ങാട് മുഖത്തോട്ട് നോക്കി നിൽക്കണം. അങ്ങോട്ട് പോങ്ങോട്. കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി എടി എന്താന്ന്? അതെ, എളയപ്പന്റെ ചങ്കില് എല്ല് കുടുങ്ങിട്ട് വല്ലാണ്ടായി കിടക്കുക. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. അത് തന്നെയല്ലേ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. എന്റെ അലീസ് ചേച്ചി ഒരു വണ്ടി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും കാശ് പറയാവില്ലേ? ആവും, നമ്മുടെ ഇളയപ്പനല്ലേടി. എന്തേ, എളയപ്പന് വീടും കുടുംബമൊന്നുമില്ലേ? പന പോലൊരു മോനുണ്ടല്ലോ. പ്രാഞ്ചേട്ടനും ഗുരുവേട്ടനും ഒന്നും വിളിച്ചറിയിക്കണ്ട. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഉക്രൂനെ ഫോൺ ചെയ്യും. അവൻ ബൈക്കിൽ വന്ന് കൊണ്ടുപോയിക്കോളും. എന്റെ സൂസേ, നീ പ്രാഞ്ചിയുടെ ഭാര്യ തന്നെ. ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടില്ലട്ടാ. അതെ, നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ട കാശ. അത് വെറുതെ പോണ്ടെന്ന് കരുതി. മനസ്സിലായോ? കുരുവേട്ടനെ വിളിക്കാല്ലേ എന്നാ? ചേച്ചി വിളിക്കുന്നു. വാ. വേഗം വന്നിട്ട് നിന്നെ എത്ര നേരമായിട്ടാ വിളിച്ചിട്ട്? എന്താ പറ്റിയപ്പന്? എന്താ അപ്പാ അപ്പാ, എന്തത്? ആ, ഇത് ശ്വാസം മുട്ടാണ്. ഇന്നാളെ അപ്പൻ ഇങ്ങനെ ഒരിക്കൽ വന്നതാണ്. പിന്നെ ശ്വാസം മുട്ട്. എടാ, ഇത് ചിക്കന്റെ എല്ല് തൊണ്ടയിൽ കുടുങ്ങിയതാണ്. നീ ഒരു ഡോക്ടറെ പോയി കാണിച്ചിണ്ടേ? എല്ലാ അപ്പൊ എല്ലിന്റെ ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ? ഓ, എടാ, തൊണ്ടയുടെ ഡോക്ടറെ കാണിക്കേണ്ടത് ENT ഡോക്ടറെ. ENT-ലെ അങ്ങനെ ആണെങ്കിലേ വളങ്ങുത്താവ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഉണ്ട്. നമുക്ക് ആളെ കാണിച്ചാലാ? മെഡിക്കൽ കോളേജിലെ എടാ, അവിടെ ഭയങ്കര തിരക്കാണ്. നീ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാനേ കൊണ്ടുപോയി പുതിയൊരു ബൈക്ക് മേടിച്ചാൽ പറഞ്ഞപ്പോഴേ എന്താ പറഞ്ഞെന്ന് ചോദിച്ചോക്ക്. എന്താ ഇളയപ്പാ പറഞ്ഞേ? ഓ, നീ അതിലും വലുത്. എടാ, ഇപ്പൊ വർത്താനം പറയാൻ പറ്റുമോ? അതെ, ഇളയപ്പ എന്തായാലും അവന് ബൈക്ക് വാങ്ങിച്ചു തരും. അല്ലേ ഇളയപ്പാ? കണ്ട സ്വഭാവം കണ്ട ഇയാളെ. എനിക്കൊന്നും വയ്യ ഇയാളെ കൊണ്ടുപോകാൻ. എടാ, നീ ഇവിടെ ഉള്ളപ്പോ പ്രാഞ്ചേട്ടനും ഗുരുവേട്ടനും വിളിക്കണ്ടെന്ന് കരുതിട്ടല്ലേ? ഒന്നുമില്ലല്ലോ, നമ്മുടെ ഇളയപ്പനാ? നിങ്ങളുടെ ഇളയപ്പൻ എനിക്ക് അപ്പനാണ്. അപ്പനെങ്കി അപ്പൻ, അതൊരു സ്ഥാനമല്ലേടാ? എടാ, കൊണ്ടുപോടാ ഒന്ന് വേഗം. കൊണ്ടുപോകണം തോന്നാലേ പൈസ വേണ്ട ഡോക്ടറെ കാണിക്കാൻ. എന്റെ പൈസ, കുറച്ച് പൈസ നീ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. കണ്ടോ, അതിനുമില്ല അവന്റെ കയ്യില്. അതൊക്കെ പോട്ടെ. അല്ല, ആലിസേച്ചി ഭയങ്കര തടിച്ചല്ല. ഈ നേരത്ത് ഇത് പറയാൻ നിനക്ക് അറിയാല? ആ അപ്പനോട് ഇതിന് മര്യാദക്ക് പെരുമാറാൻ നിനക്ക് അറിഞ്ഞൂടെ? പിടിച്ചോ, വേഗം കൊണ്ടുപോകാൻ നോക്കൂ ഹോസ്പിറ്റലിൽ. അതെ, ആശുപത്രിയിൽ തന്നെ വണ്ടിയിൽ പെട്രോൾ ഓടിക്കണം. അതിന്റെ കാശ് കൂടി ഞാൻ എടുക്കൂട്ടാ. നിന്റെ അപ്പനായിട്ട് ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലേ നിനക്ക്? അതെ, മക്കളോടും വേണം ഉത്തരവാദിത്തം. തൊട്ടേനും പിടിച്ചോണ്ടൊക്കെ എന്നെ കെട്ടിയിട്ട് തള്ള മനുഷ്യനാ. എന്ത് പറഞ്ഞാലും ആ മനുഷ്യനെ വിഷമിപ്പിക്കും. ഒന്ന് വേഗം കൊണ്ടുപോയി വയ്ക്കടാ. നീ കൊണ്ടുപോടാ ഹോസ്പിറ്റലിൽ. കൊണ്ടുപോയി വയ്ക്കടാ. കണ്ടോ, ഇവന് ഞാൻ ഞാനിന്ന് വരാം. സൂക്ഷിച്ചു പോ. ഇങ്ങോട്ട് പോന്നാ, ഞാൻ വീട്ടിലേക്ക് വരാൻ നിൽക്കായിരുന്നു അടക്കി നോക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവേട്ടാണ് വീട്ടിലേക്ക് തന്നാ മതി. പറഞ്ഞില്ലേ നീ? ശരി. ഗുരുവേട്ടാ, അപ്പന്റെ കാര്യം അറിഞ്ഞില്ലേ? എന്തേ? അപ്പൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഭക്ഷ്യവിഷബാധ ICU-ലാ. ഭക്ഷ്യവിഷബാധേ? അങ്ങനെയാണെങ്കിൽ അത് കുടുംബത്തെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അപ്പന് മാത്രം ഉണ്ടായ വിഷ കോഴിയിറച്ചിനെ. കോഴിയിറച്ചിന്നാ? ആ, നിങ്ങളുടെ വീട്ടിൽ നിന്നേ കോഴിയിറച്ചി കഴിച്ചിട്ടേ അപ്പന്റെ ചങ്കിൽ എല്ലു കുടുങ്ങി. എടാ, എല്ലു കുടുങ്ങിയത് വിഷബാധേ? അതല്ല, തൊണ്ടയിൽ എല്ലു കൂടി എന്നൊക്കെ പറഞ്ഞത് ചീപ്പല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിഷബാധ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? അപ്പൻ ഓപ്പറേഷൻ വേണമെന്ന ഡോക്ടർ പറഞ്ഞേ. കഴുത്തുനിന്ന് ശ്വാസം പെടുന്ന കൊടില്ലേ, അവിടെ എല്ലു കുത്തിരിക്കുക. എടാ, നീ വല്ല പഴം വിഴുങ്ങാൻ പറയടാ. ഒക്കെ പറഞ്ഞു, പഴം വിഴുങ്ങാൻ പറഞ്ഞു.
ചോറെടുക്കാൻ പറഞ്ഞു. ഒരു കാര്യമില്ല, 40,000 രൂപ വേണമെന്നാ ഡോക്ടർമാര് പറയണേ. 40,000 ഉറുപ്പ്യേ? ആ, പക്ഷെ ഒക്കെ ഒരുമിച്ച് അടക്കണ്ടാട്ടാ. ആദ്യം 30,000 രൂപ അടയ്ക്കണം. നീ പറയണതേ സത്യാണെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടാ. വിശ്വാസമില്ലല്ലോ? ഇല്ല. ഒരു കാര്യം ചെയ്യ്, ആലി ചേച്ചിനെ വിളിച്ചോക്ക്, ചേച്ചി പറയും. അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ വിളിക്കണ്ടാണല്ലോ. അറിയില്ല, ചിലപ്പോ വിളിച്ചിണ്ടാവും, ബിസി ആയിരിക്കും. ആ ആലീസേ, ഇളയപ്പൻ എന്താണ്ടായേ? അതെ, എന്നിട്ട് ആ ആ ആ ശരി ശരി. പ്രാഞ്ചിനെ അറിയിച്ച നീ? ഇല്ല, കുരുവേട്ടനെ പോലെ ചിലപ്പോ പ്രാഞ്ചേട്ടൻ അത്ര മനസാക്ഷിയൊന്നും ഉണ്ടായിരുന്നു വരില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. മനസാക്ഷിയിലായിട്ടില്ല, അവനെല്ലാം ആലോചിച്ചേ ചെയ്യൂ. ചിലപ്പോ അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും സമയത്തിന് കാര്യം നടക്കില്ല, അതുകൊണ്ടാ. ദേ നീ വേഗം ചെല്ല്. 1 2 3 4 5 6 7 8 9 10. ഞാനേ പ്രാഞ്ചീനും കൂട്ടിയിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഒരു ആയിരം തരുമോ? കാശ് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിരാ. പ്രാഞ്ചീനെ കൂട്ടിട്ട് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. വേഗം വരണ്ടേട്ടാ, രാത്രി ആകുമ്പോ വന്നാ മതി. കടയ്ക്ക് അടച്ചിട്ട് അതെന്തേ? ഞാൻ ഉണ്ടല്ലോ, നമുക്ക് കച്ചവടം നടക്കണ്ടേ. അപ്പന്റെ കാര്യം ഞാൻ നോക്കിക്കോളാട്ടാ. ഞാൻ വിളിക്കാം, അവിടെ തന്നെ ഉണ്ടാവണം. ആ ചെല്ലങ്ങട്. ആ, എന്തൊരു കഷ്ടം നോക്ക്. ചേച്ചിമാരെ, എന്താടാ? എന്താടാ ഉക്രു? സംഗതി സീരിയസ് ആണ്. 2 കുപ്പി രക്തം കയറ്റിയിട്ടുണ്ട്. കാശ് ഇനിയും വേണ്ടി വരും. കുരുവേട്ടൻ 10,000 രൂപ നിനക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി തന്നില്ലേ? അത് കൊടുത്തു, പക്ഷെ മരുന്നൊക്കെ പുറത്തുനിന്നാണേ. പ്രാഞ്ചേട്ടൻ പറഞ്ഞത് രാത്രി വരുമ്പോ തരാന്നാ. ഞാൻ എന്താ ചെയ്യണ്ടേ ചേച്ചി? എടാ ഉക്രുവേ, അത് നിന്റെ അപ്പനല്ലേ? അപ്പനെ നോക്കാനുള്ള കടമ നിനക്കില്ലേ? എന്റെ സൂസിച്ചേ, എന്റെ സ്വന്തം കാര്യം നിൽക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട. ഇത്ര ചെറുപ്പത്തില് ഏത് മകനെങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാവുക? വല്ല മൂലക്കുരുവിന്റെ സൂക്കേടാണെച്ചെങ്കിൽ കൂട്ടുകാരോട് വെച്ച് പഠിക്കായിരുന്നു. ഇതിപ്പോ അതാണോ? നീ ഇപ്പൊ എന്തിനാണ് വന്നത്? എനിക്ക് കാശ് വേണം. ദൈവമേ, ഞങ്ങളുടെ എവിടെ നിന്നാണ് കാശി? നിനക്ക് അമ്മച്ചിനോട് ചോദിക്കായിരുന്നില്ലേ? ബെസ്റ്റ്. ഒന്നാമത് അമ്മച്ചി തറഞ്ഞിട്ടില്ല. അമ്മച്ചി എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു വരവ് വരും. പിന്നെ എന്താണ്ടാവെന്ന് ഞാൻ പറയണ്ടല്ലോ. ആദ്യം നിങ്ങൾ രണ്ടിനും വെട്ടും, പിന്നെ എന്നെ വെട്ടും, പിന്നെ അപ്പനെ തട്ടും. അത് വേണ? അതെ, ഏട്ടന്മാര് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പൈസ എടുത്തു വെച്ചിട്ടുണ്ട്, അത് തരാം. പക്ഷെ ഇനി മേലെ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കയറിയേക്കരുത്. കേറിയാ നിന്റെ കാലും ഞങ്ങ വെട്ടും. ഇനി വരൂല. പക്ഷെ 10 ഉറുപ്പ്യെങ്കിലും മിനിമം വേണട്ടാ, ഇല്ലെങ്കിൽ നടക്കൂല. അതാണ്. അപ്പ അപ്പനെ വെച്ച് ഞാനൊരു കലക്ക് കലക്കും. ഇപ്പൊ എന്തായി? കുരുവേട്ടന്റെ കയ്യിൽ നിന്നാണ് കാശ് പോയത്. ഇനിയും പൈസ വേണ്ടി വരും എന്നാണ് പറയണ. ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞ കേട്ടില്ല നീ? ആ, ഇനി കാശ് വേണമെങ്കിലേ പോയി ഇളമയോട് പോയി വാങ്ങിക്കട്ടെ. ആ ഫസ്റ്റ് ആ ഇളമക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളെ കാണാൻ പാടില്ല. നുമ്മേളയപ്പനെ സൽക്കരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നേ, ഇനി ഇവിടെ നിന്നാണ് ആ എല്ലെങ്ങാനും തൊണ്ടേ കുടുങ്ങിയേക്കണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കർത്താവേ. ഒരു വല്ലാത്ത ഗതികേടായി പോയല്ലോ അലി ചേച്ചി. അതെ, ഇനി ഹോസ്പിറ്റലിൽ നമ്മൾ പോയി നിൽക്കേണ്ടി വരുമോ? എന്തായാലും നമ്മക്ക് അമ്മായിയപ്പനും അമ്മായിയമ്മ ഇല്ലല്ല. നമ്മക്ക് ഇളയപ്പനെങ്കിലും നോക്കാടി. അയ്യോ, അത്രയ്ക്ക് ആവേശം ഉണ്ടെങ്കിലേ ആലി ചേച്ചി അങ്ങോട്ട് പോയി നിൽക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. സൂസേ, വയസ്സായവരെ ശുശ്രൂഷിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പ്രായോഗുമ്പോ നമ്മുടെ മക്കളും നമ്മളെ നോക്കൂ. എന്റെ മോനബിക്ക് നല്ല മനസാക്ഷിയുണ്ട്, അവൻ എന്നെ നോക്കിക്കോളും. എടി, അവൻ കെട്ടുന്ന പെണ്ണിനാ മനസാക്ഷി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തലേണ മന്ത്രം ഒന്ന് കേട്ടിട്ടുണ്ടാ? നീ ഇടക്കിടക്ക് പ്രാഞ്ചിയുടെ ചെവിയിലോ പോയ അവിടുന്ന്. ആ, ഏത് പൊന്നു മോനും മാറും എന്റെ പൊന്നു സൂസേ. എന്നാലേ ഞാൻ അവളെ കൊല്ലും. കൊല്ലും. നീ വല്ല വൃദ്ധസാനത്തിലും പോയി കിടക്കേണ്ടി വരും. ആ, പിന്നെ പ്രാഞ്ചേട്ടനും കുരുവേട്ടനും കടയടച്ച് ഹോസ്പിറ്റലിൽ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. നമുക്കൊന്ന് പോകായിരുന്നല്ലേ? പോകാം, പക്ഷെ അവിടെ നിൽക്കുന്ന കാര്യമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഭാഗ്യം വേറെ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടാ മതി. ആ, അതെ. അതെ, ആ ചിക്കനോടുള്ള ആക്രമണം കുറച്ചാൽ തന്നെ ഒക്കെ റെഡിയാവും. ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ അപ്പ കമന്നങ്ങാട് വീഴും. വായിലുള്ള പല്ലും കൂടി കളയാൻ എങ്ങനെ പറയാതിരിക്കുമല്ലേ? അവരൊന്നും കൊടുക്കില്ലായിരിക്കും ചേച്ചി, അതുകൊണ്ടല്ലേ ഓടി ഓടി ഇങ്ങോട്ട് വരുന്നേ. പാവോടി. പാവം. ഉക്രൂനെ കണ്ടില്ലല്ലോ, എന്തായിട്ടുണ്ടാവോ എന്തോ. പ്രാഞ്ചിയെ, നീ വേ കടടച്ച ഇപ്പൊ പോയ ഇളയപ്പനെ കാണാം, ഇല്ലേ കാണാൻ പറ്റില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാണാവോ? ചെക്കൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണല്ലോ. ഭാസ്കര,
നീ കട അടച്ചോട്ടാ. അപ്പം എല്ലാരും കേട്ടാ ഇതെന്തിനും ഇങ്ങോട്ട് പോന്നേ? ഇത്ര വേഗം ഓപ്പറേഷൻ കഴിഞ്ഞാ? നോക്കിയിരുന്നു. പതുക്കെ പതുക്കെ വാ. പിടിക്ക്. ഓപ്പറേഷനൊക്കെ ഇപ്പൊ താക്കോൽ ദ്വാരം വഴിയല്ലേ, പെട്ടെന്ന് ഭേദാവുന്നേ. ഡോക്ടർ പറഞ്ഞു ഇന്ന് പോണ്ട നാളെ പോവാന്ന്. ഞാൻ പറഞ്ഞു എന്റെ കാശല്ല, എന്റെ ഏട്ടന്മാരെ കാശാണ്, ഞങ്ങളെ പറഞ്ഞയക്കണമെന്ന്. ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര അത്ഭുതാട്ടാ. ഞാനേ ബുദ്ധി കേളിച്ചതാ. നമ്മടെ കാശ് വെറുതെ ചെലവാക്കണ്ടല്ലോ. ഇപ്പൊ തന്നെ ഒരു ജാതി ബില്ലായി. ശബ്ദം ഉണ്ടാക്കണ്ട. ഇതുകൊണ്ടാണ് അപ്പം പറയണ്ട. തീരെ വയ്യ, ഇന്ന് തന്നെ വീട്ടിൽ പോണെന്നാ പറയണേ. ഇന്ന് വീട്ടിൽ പോയി ശരിയാവില്ല. ഒന്നാമത്തെ ഇളയമ അവിടെ ഇല്ലാത്താ. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അതന്നെ വീട്ടിൽ പോവാട്ടാ. അല്ലേ ഓപ്പറേഷൻ എത്ര രൂപയായി? 25,000 രൂപ. 5,000 രൂപനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കടം പറഞ്ഞിട്ടാ വന്നേക്കണേ. ഡോക്ടറോ 10,000 ഉറുപ്പ്യ കുരുവേട്ടം തന്നില്ലേ? ആ ആരിസച്ചും സൂസിനും കൂടിയിട്ട് ഒരു 10,000 തന്നില്ലേ? ആ ഇതൊക്കെ ഓപ്പറേഷന് വേണ്ടി വന്നു. പിന്നല്ലാണ്ട്. അപ്പ പിന്നെ 5,000 ഉറുപ്പ്യക്ക് മരുന്ന് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെ? അത് അപ്പന് ഗുളിക കഴിക്കാൻ പറ്റില്ലല്ലോ, കെട്ടല്ലേ. അതൊക്കെ ഇഞ്ചക്ഷൻ അടിച്ച് കയറ്റി ചെയ്ത്. പാവം. വേറെ ശബ്ദം ഉണ്ടാക്കാണ്ടൊക്കെ. ആ അതെ, അപ്പം പറഞ്ഞതേ മെഡിക്കൽ ഷോപ്പിൽ ഇന്ന് തന്നെ പൈസ കൊടുക്കാൻ നമ്മൾ പോന്നേക്കണേ. അപ്പൊ അത് വേഗം കൊടുക്കണം. ഇളയപ്പ സാരില്ല, ഇത് നമ്മടെ വീട്ടിൽ നിന്ന് പറ്റിയതല്ലേ. കാശ് എത്ര വേണമെങ്കിലും ഞങ്ങൾ ചെലവാക്കും. പിന്നെ ഞങ്ങക്ക് ഇപ്പൊ അപ്പല്ലല്ലോ, ഇളയപ്പനല്ലേ ഞങ്ങളുടെ അപ്പൻ. പ്രാഞ്ചേട്ടാ, മെഡിക്കൽ ഷോപ്പ് അടയ്ക്കുന്നതിന് മുന്നേ പൈസ കിട്ടിയാ കൊടുക്കായിരുന്നു. നീ ഒരു കാര്യം ചെയ്തോട്ടാ, നീ കാശ് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടിട്ടേ കൊടുത്തിട്ട് നീ വീട്ടിലേക്ക്. എത്ര പറഞ്ഞേ? 5,000. നീ പോയിക്കോ, അപ്പനെ ഞങ്ങൾ കൊണ്ടുപോവാ. എന്തെളുപ്പം പറയണേ? ഇഞ്ചക്ഷൻ മേടിച്ചിട്ടാണേ. അപ്പൊ ഞാൻ കേട്ടോ. ശരിടാ. അതെ നോക്ക്, ഇഞ്ചക്ഷൻ അല്ല, ഇഞ്ചക്ഷൻ ചെയ്തതിന്റെ മരുന്നിന്റെ കാശ് കൊടുക്കാനാ. ഇനി ഇഞ്ചക്ഷൻ വേണ്ട. ശബ്ദം ഇടല്ലേ, ഇനി ഉള്ള ശബ്ദം കൂടി പോവും. അതെ എന്തെളുപ്പം പറയണേ? കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി എന്താ ഇളയപ്പാ? എന്താ പറ്റിയേ? എന്താ തരണേ? എന്താ വേണ്ട ഇളയപ്പാ? എന്തിനാ എന്താ കരണേ? എന്താ എന്തേ
എന്താന്നറിയില്ല ഇളയപ്പൻ എന്തൊക്കെ എഴുതാൻ ശ്രമിക്കുക. എഴുതേ ഇപ്പൊ തൊണ്ട കേട് വന്നപ്പോ കവിത എഴുതാ. എന്താണാവോ കുത്തി വരയ്ക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ എഴുതുക? എഴുതാളപ്പാ. അതെ, എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ എഴുതണ്ടെന്ന് എളപ്പം പറഞ്ഞാൽ മതി, ഞാൻ എഴുതിക്കോളാം. എന്താ ഈ പറയണത്? പറയാൻ പറ്റാത്ത കാരണം ഇപ്പൊ അത് എഴുതണേ. എഴുത എഴുത എഴുത് ഇളയപ്പൻ എഴുത്. മിണ്ടാൻ പറ്റണില്ല. ആ അക്ഷരമാലയോ എഴുതട്ടെ. ആ പ്രാഞ്ചിയേട്ടാ ദേ ഉക്രൂന്ന് എഴുതിയത്. അവനെവിടെയെന്ന് ചോദിക്കണേ? അവൻ വീട്ടിലുണ്ട്. അതല്ലേ അതല്ലേ പിന്നെ എന്താ എഴുത്? അവിടെ എഴുതിക്കോ. 2 5 എടാ 25,000 ഉറുപ്പ്യ നമ്മളെ ഇളവന് വേണ്ടി ചെലവാക്കിയില്ലേ? അതിന്റെ ദണ്ണടാ പാവം. ഒന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ നല്ല പോയത്. അത് സാരില്ല. അതല്ലേ എന്ത് പിന്നെ പറയണേ? അതുകൊണ്ട് കുഴപ്പമില്ല, കാശ് ചെലവാവണി ചെലവാവട്ടെ. എല്ല് കിട്ടിയില്ലേ? എല്ല് കിട്ടിയിട്ട് എന്താ കാര്യം? അങ്ങനെ പറയാ. തൊണ്ട നേരായില്ലേ എന്ന് പറ. രണ്ടൊന്നല്ലേ. ഇനിയൊരു ഓപ്പറേഷൻ ഉണ്ടാവില്ലേ, പേടിക്കണ്ട. അതൊന്നും അല്ല. ആക്രാന്തമൂത്ത് ഇനിയും ചിക്കൻ വരി തിന്നാൽ ഇതുപോലെ എല്ല് തൊണ്ടേ പിടിക്കും. നിന്റെ കൃഷി ആവശ്യമില്ലാത്ത വർദ്ധനത്തിരിക്കണേ. എനിക്ക് തോന്നാണെന്ന് വെച്ചിട്ടുണ്ടോ 25,000 ഉറുപ്പ്യം കൂടി ഉക്രൂന് കൊടുക്കണം എന്നാവും പറയണ്ട. അതാണ് പൊക്കോളന്നെ പറഞ്ഞ പോയിക്കണേ അവിടുന്ന്. എളേപ്പാ എളേപ്പാ ഒന്നങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ ഇവിടെ നിന്ന് അടിക്കട്ടെ. എഴുന്നേക്ക് പതിയെ. എന്നാലും എന്റെ എളേപ്പാ എളേമ്മ ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി. ചിക്കൻ കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞാലേ ഉണ്ടാകുന്ന പുകിലൊന്ന് വേറെയാ. എളേപ്പനെന്താ ജാനകിയുടെ ശബ്ദം? കുരുവേട്ടാ പ്രാഞ്ചിയേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വാന്നു. എന്തേ? എന്താ സൂസ? ഒന്നിങ്ങോട്ട് വാന്നു. എന്തൊട്ടേ? എളേപ്പനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയേ. എന്താ ചോദിച്ചു നോക്ക്. ചോദിച്ചിട്ടൊന്നും മിണ്ടില്ലാന്ന്. എളേപ്പാ എന്തേ വിശക്കണ്ട? ചായയോ വെള്ളം എന്തേലും വേണോ? ഇതെന്താണ് ഈ ആലോചിച്ചോണ്ടിരിക്കണ? മുണ്ടാട്ടം മുട്ടിപ്പോയാ? എന്താ എന്താ മിണ്ടാത്ത? പ്രാഞ്ചിയേട്ടാ എളേപ്പന് കുരുവിയുടെ ശബ്ദം. ഒറ്റ വീക്കോട് വെച്ചാണല്ലോ. പോയി പോയി ഇപ്പൊ ചേട്ടന്റെ പേര് വിളിച്ചു തുടങ്ങിയ നീ? അയ്യോ കുരുവേട്ടന്റെ പേരല്ല, ശരിക്കും കുരുവിയുടെ കൂ കൂ എന്നുള്ള ശബ്ദം. എളേപ്പോ എളേപ്പാ എന്തെങ്ങനെ സംസാരിക്കണേ? എന്തെങ്ങനെ ഒന്നും കൂടി കേൾപ്പിച്ചിണ്ടേ? വേദന ഉണ്ടാ? പാവട്ടാ എന്ത് ചെയ്യാ? സിനിമയില് പാടാനാ? ഇളക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കണ്ട. എന്താണ് എന്താ? പറ ചിരിക്കൂല. അവൻ നിന്നെ ഇനിയും പറ്റിക്കും. ആര്? ആ ഉക്രു. എനിക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. ആകെ ചെലവായത് 550 രൂപ. അപ്പൊ ഈ കാശൊക്കെ അവര് തൊണ്ടയിലല്ലേ കുടിലോണ്ട് ഇങ്ങനെ വെറുതെ വലിച്ചു. എന്താ ഇളപ്പ ആദ്യം പറയാഞ്ഞ്? ഞാൻ എന്തോരം നിങ്ങളോട് ആ മേശമിരുന്ന് കരഞ്ഞു പറഞ്ഞില്ലടാ. ശരിയാട്ടാ, ഇളയപ്പം പറഞ്ഞില്ലേ? അപ്പൊക്കെ നമ്മള് മിണ്ടല്ലേ എന്ന് പറഞ്ഞില്ലേ? ഇതാണ് പറയുന്നത്, നമുക്കറിയോ. അവനിപ്പോ എവിടെ ഉള്ള? നിങ്ങളുടെ കൂച്ചെടുത്ത പണല്ലേ, അതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ മൈസൂരോ ബാംഗ്ലൂരോ ഒക്കെ പോയിട്ടോ. ആ രാത്രി ആശുപത്രിയിൽ നിന്ന് പോരാൻ കാരണം എന്താ? ഒരു നേഴ്സിന്റെ കയ്യുമ്പോ കയറി പിടിച്ചു. അപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യിച്ചു. അല്ലാണ്ട് നിങ്ങള് പോന്നല്ല. ഒരു മാറ്റമില്ലാട്ടാ കർത്താവേ. കുന്നംകുളം പഴയ കുന്നംകുളല്ലായിരിക്കാം, പക്ഷെ ഉക്രു പഴയ ഉക്രു തന്നെയാ. കർത്താവേ